നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിർത്താതെയുള്ള ഇറാൻ കൊലവിളികൾക്കും ആക്രമണങ്ങൾക്കും ഇടയിലും അമേരിക്കൻ സൈന്യം ഇറാന്റെ മണ്ണിലിറങ്ങി പൈലറ്റിനെ കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ പ്രതിസന്ധികൾ അവസാനിച്ചിട്ടില്ല. ഇറാന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പൈലറ്റിനെ എത്തിക്കേണ്ട ഭാരിച്ച ഉദ്യമത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ സേന. സയണിസ്റ്റുകൾക്കും ട്രംപിനും നട്ടെല്ലുണ്ടെങ്കിൽ ഇറാനിൽ നിന്ന് പൈലറ്റിനെ ഒന്ന് കൊണ്ടുപോകൂ എന്നാണ് ട്രംപിന് നേരെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കൊലവിളി. F-15E തകർന്നു വീണതു മുതൽ തന്നെ പൈലറ്റിനെ കണ്ടെത്താൻ അമേരിക്കൻ പോർ വിമാനങ്ങൾ വട്ടമിട്ട് പറക്കുകയായിരുന്നു ഇറാനിൽ. ഇതിനിടയിൽ നിരന്തരം ആക്രമണങ്ങളും നടന്നു. കനത്ത ഏറ്റുമുട്ടലിനൊടുവിലാണ് അമേരിക്കൻ രക്ഷാസേന പൈലറ്റിനെ കണ്ടെത്തിയതെന്ന് US സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ദൗത്യം ഇപ്പോഴും പൂർണ്ണമായി വിജയിച്ചിട്ടില്ലെന്നും രക്ഷപ്പെടുത്തിയ പൈലറ്റിനെ ഇറാന്റെ അതിർത്തിക്ക് പുറത്തെത്തിക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണെന്നും ഇവിടെ വെടിവെപ്പ് ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഇറാൻ സേനയും രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ മനുഷ്യവേട്ട ആരംഭിച്ചിരിക്കുകയാണ്. പൈലറ്റിനെ മോചിപ്പിക്കേണ്ടത് ട്രംപിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. രാജ്യത്ത് പ്രസിഡന്റിനെതിരെ പ്രതിഷേധം ആളിക്കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ നിർത്താതെയുള്ള ഇറാന്റെ കൊലവിളികളും വെറി പിടിച്ചു നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. IRGCയെ കടിച്ചു കീറാൻ ഒരു ടീമിനെ തന്നെ തയ്യാറാക്കിയാണ് ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലേക്ക് ട്രംപ് ഇറക്കിയത്. സൈന്യത്തിലെ ഏറ്റവും അപകടകാരികളായവരെ ചേർത്ത് ഒരു കില്ലർ സ്ക്വാഡ് രൂപീകരിക്കുകയായിരുന്നു. രാത്രിയിൽ നടന്ന തെരച്ചിലിനിടെയാണ് കാണാതായ പൈലറ്റിനെ കണ്ടെത്താനായത്. രക്ഷാപ്രവർത്തനത്തിനിടെ പ്രദേശത്ത് ശക്തമായ വെടിവെപ്പും പോരാട്ടവും നടന്നതായി US ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. നിലവിൽ പൈലറ്റ് US സേനയുടെ സുരക്ഷാ വലയത്തിലാണെങ്കിലും ഇറാനിൽ നിന്ന് ഇദ്ദേഹത്തെ സുരക്ഷിതമായി പുറത്തെത്തിക്കുക എന്ന വലിയ വെല്ലുവിളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൈലറ്റിനെ കണ്ടെത്തിയെന്നത് ആശ്വാസം തന്നെയാണ്. പക്ഷേ അവർ ഇപ്പോഴും സുരക്ഷിതരല്ല എന്ന് ഒരു US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ കണക്കിലെടുക്കുമ്പോൾ രക്ഷപ്പെടുത്തിയ പൈലറ്റിനും രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്കും ഇനിയും അപകട സാധ്യതകളുണ്ട്. രക്ഷപ്പെടുത്തിയ പൈലറ്റിന്റെ വ്യക്തിഗത വിവരങ്ങളെക്കുറിച്ച് US സൈന്യം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. വിമാനത്തിലുണ്ടായിരുന്ന ആദ്യ ജീവനക്കാരനെ നേരത്തെ തന്നെ സുരക്ഷിതമായി കണ്ടെത്തിയിരുന്നു. വിമാനം തകർന്നു വീഴാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. നിലവിൽ ഇറാനിലെ പ്രത്യേക സൈനിക വിഭാഗങ്ങളുടെ സാന്നിധ്യമുള്ള മേഖലയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ദൗത്യം പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ എന്ന് പെന്റഗൺ വൃത്തങ്ങൾ അറിയിച്ചു. മൊസാദും ചാരവലയം തീർത്ത് US സൈന്യത്തെ സഹായിക്കാൻ ഒപ്പം കൂടിയിട്ടുണ്ട്. ഇറാന്റെ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് പൈലറ്റിനെ രക്ഷിച്ചെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് അമേരിക്കൻ സംഘത്തിന് ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൊസാദിനായിരിക്കും തങ്ങളെ കൂടുതൽ സഹായിക്കാൻ കഴിയുക എന്ന തിരിച്ചറിവിലാണ് ട്രംപ് ഉള്ളത്. കാരണം ഇറാന്റെ മുക്കും മൂലയും മൊസാദിന് കാണാപാഠമാണ്. IRGCയുടെ കണ്ണ് വെട്ടിച്ചകത്ത് കടക്കാനും എന്തിനേറെ IRGCയിൽ തന്നെ മൊസാദിന് ചാരന്മാരുമുണ്ട്. എത്രയും പെട്ടെന്ന് പൈലറ്റിനെ അതിർത്തിക്ക് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേൽ സംഘങ്ങളും ഒന്നായി എടുത്തിരിക്കുന്ന നീക്കം. IRGCയുടെ കയ്യിൽപ്പെട്ടാൽ US പൈലറ്റിനെ മൃഗീയമായി കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനോ ഇറാൻ ശ്രമിക്കാം. പൈലറ്റിനു വേണ്ടി വ്യാപക തെരച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഇറാൻ നടത്തിക്കൊണ്ടിരുന്നത്. ജനങ്ങളുടെ പങ്കാളിത്തവും ഇതിനുവേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ശത്രുവിന്റെ ശക്തികളെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും അഭിനന്ദനവും പ്രതിഫലവും പ്രാദേശിക ഗവർണർ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതോടുകൂടി IRGC സേനയെ സഹായിക്കുന്നതിനും ഭരണകൂടത്തിനോട് ചേർന്ന് നിൽക്കുന്നവരുമായിട്ടുള്ള ജനവിഭാഗവും ജനങ്ങളും ചേർന്ന് തെരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഇതിനിടയിൽ അതീവ ദുർഘടമായ സാഹചര്യത്തിൽ പൈലറ്റിനെ അമേരിക്കൻ സൈന്യം കണ്ടെത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 23 വർഷത്തിനിടെ ഏതെങ്കിലും സംഘർഷത്തിൽ ഒരു അമേരിക്കൻ സൈനിക വിമാനം വെടിവെച്ചിടുന്നത് ഇതാദ്യമാണ്. ആത്മാഭിമാനത്തിന് അടിയേറ്റാണ് അമേരിക്ക നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏതറ്റം വരെയും പോകാൻ ട്രംപ് മടിക്കില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ശിലായുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തി ദിവസങ്ങൾക്ക് ശേഷം യുദ്ധത്തിന്റെ 6ാം ആഴ്ചയിൽ ഇറാൻ US പോർ വിമാനം അടിച്ചിട്ടത്. ഞങ്ങളെ തൊടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതെന്ന് ഇറാൻ ഭരണകൂടവും വെല്ലുവിളിച്ചു. 2003 ഇറാഖ് അധിനിവേശത്തിനിടെ ഒരു US യുദ്ധവിമാനം അവസാനമായി വെടിവെച്ചിട്ടത് ഒരു A-10 തണ്ടർ ബോൾട്ട് സെക്കൻഡ് ആയിരുന്നുവെന്ന് മുൻ F-16 യുദ്ധവിമാന പൈലറ്റും വിരമിച്ച US വ്യോമസേന ബ്രിഗേഡിയർ ജനറൽ ഹ്യൂസ്റ്റൺ കാൻഡ്വെൽ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തു.
പൈലറ്റിനെ കാണാതായതോടെ കലിപൂണ്ട അമേരിക്കൻ സൈന്യം ഇറാനിൽ തീയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പൈലറ്റ് ഇറാൻ സംഘത്തിന്റെ കയ്യിൽ കുടുങ്ങിയിട്ടില്ല എന്നത് മാത്രമാണ് അമേരിക്കയുടെ ആശ്വാസം. രക്ഷാപ്രവർത്തനങ്ങൾ പൈലറ്റിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കെ വൈറ്റ് ഹൗസിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഉണ്ട് എന്ന് ഭരണകൂട ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. കരയാക്രമണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വൈറ്റ് ഹൗസിൽ നടന്നുവെങ്കിലും ട്രംപ് അതിന് തയ്യാറായിട്ടില്ല എന്നാണ് സൂചന. വ്യോമാക്രമണങ്ങൾക്കപ്പുറം കരയാക്രമണം നടത്തുന്നതിനെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ ഇതിനകം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അമേരിക്കക്കാർക്കിടയിൽ പൊതുജന പിന്തുണ കുറവായതും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലനിൽക്കുന്ന നാശമുണ്ടാക്കുന്നതുമായ സംഘർഷത്തിനിടയിൽ ഇറാഖും വിയറ്റ്നാമും ഒരു മുന്നറിയിപ്പ് കഥയായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അമേരിക്കൻ പോർ വിമാനങ്ങൾ തകർത്തതിന് വലിയ തിരിച്ചടിയേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. അതായത് അമേരിക്കൻ പോർ വിമാനങ്ങൾ തകർക്കുന്നതിനും കപ്പലുകൾ ആക്രമിക്കുന്നതിനും US സൈന്യത്തെ പിടികൂടി അവരെ കൊലപ്പെടുത്തുന്ന ഒരു നീക്കത്തിലേക്കും ഇറാൻ കടന്നതോടുകൂടി യുദ്ധത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നുവെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്നാണ് വ്യാപക ആക്രമണം ഇപ്പോൾ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതടവില്ലാതെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് വ്യാപക ആക്രമണം ഇറാനിലെ പല മേഖലകളിലേക്ക് നടക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ ഒരു പെട്രോ കെമിക്കൽ മേഖലയിൽ വ്യോമാക്രമണം നടന്നതായും ഇതുവരെ 5 പേർക്ക് പരിക്കേറ്റതായും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിന്റെ പരിധിക്കടുത്തുള്ള ഒരു അനുബന്ധ കെട്ടിടത്തിലും ഒരു പ്രൊജക്ടൈൽ പതിച്ചതായും ഒരാൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർ ഗുരുതരം പരിക്കേറ്റ് ആശുപത്രിയിലാണെന്നും തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെ ഇത് ബാധിച്ചിട്ടില്ല എന്ന് ഇറാൻ പറയുമ്പോൾ ആണവ വികിരണം സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പടിഞ്ഞാറൻ ഇറാനിൽ കുപ്പിവെള്ളം സൂക്ഷിക്കുന്ന വെയർഹൌസുകൾക്ക് നേരെ വ്യോമാക്രമണം നടന്നതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ നാവിക വ്യോമസേനകളെ തകർത്ത് തരിപ്പണമാക്കിയെന്നും US യുദ്ധം ജയിക്കാറായെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നു. എന്നാൽ ഇത് ട്രംപിന്റെ വെറും വീമ്പു പറച്ചിൽ മാത്രമാണെന്ന് ഇറാൻ തിരിച്ചടിക്കുന്നു. എത്രയും പെട്ടെന്ന് ആണവ കരാറിൽ ഇറാൻ എത്തുക എന്നുള്ള ആവശ്യം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. വിമാനം വെടിവെച്ചിട്ടത് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. ഇതിനിടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ തങ്ങളുടെ സുരക്ഷാ സേനകളിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും പാരാമിലിറ്ററി ഭാഗമായ ബാസിജിനും കീഴിലുള്ള വോളണ്ടിയർ യൂണിറ്റുകളിൽ ചേരാൻ 12 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അധികൃതർ പ്രേരിപ്പിക്കുന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്നീ സംഘടനകൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നു. അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ മാതൃഭൂമിയെ സംരക്ഷിക്കുക എന്ന ആഹ്വാനവുമായിട്ടാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്നാണ് വിവരങ്ങൾ. ഭക്ഷണ വിതരണം പോലെയുള്ള ചെറിയ ജോലികൾക്കായാണ് കുട്ടികളെ വിളിക്കുന്നതെങ്കിലും പലയിടത്തും അപകടകരമായ ദൗത്യങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കുന്നുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചു. പെട്രോളിംഗ്, രഹസ്യാന്വേഷണം, ചെക്ക് പോസ്റ്റുകളിൽ കാവൽ തുടങ്ങിയ ജോലികളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. തോക്കുകളേന്തി IRGC ഉദ്യോഗസ്ഥർക്കൊപ്പം നിൽക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ടെഹ്റാനിലെ ചെക്ക് പോസ്റ്റിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ അലിറേസ ജാഫാരി എന്ന 11 വയസ്സുകാരൻ കൊല്ലപ്പെട്ടത് സംഭവത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നതായി സംഘടനകൾ വ്യക്തമാക്കി. ബാസിജ് അംഗമായ പിതാവിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു അലിറേസ യുദ്ധമുഖത്തെത്തിയത്. യുദ്ധത്തിന് ആളുകളില്ലാത്തതുകൊണ്ടാണ് കുട്ടിയെ അവിടേക്ക് കൊണ്ടുപോയതെന്നാണ് വിവരങ്ങൾ. കുട്ടി കൊല്ലപ്പെട്ടത് ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴാണെന്ന് ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആംനസ്റ്റിയുടെ റിപ്പോർട്ട് പ്രകാരം തോക്കുകൾ കൈകാര്യം ചെയ്യാൻ പോലും അറിയാത്ത കുട്ടികളാണ് യുദ്ധമുഖത്തുള്ളതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മിക്ക കുട്ടികൾക്കും 13 വയസ്സിനടുത്തേ പ്രായമുള്ളൂവെന്നും അറിയാതെ വെടിയുതിർക്കാനോ വിവേചനരഹിതമായോ തോക്കുകൾ ഉപയോഗിക്കാനോ ഇത് കാരണമാകുമെന്നും സംഘടന പറയുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. 12 വയസ്സുള്ള കുട്ടികളെ പോലും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പ്രതിനിധി ബിൽവാൻ എസ് വൈൽഡ് പറഞ്ഞു. തോക്കുകൾ കൈകാര്യം ചെയ്യാൻ പോലും അറിയാത്ത പ്രായത്തിലുള്ള കുട്ടികൾ യുദ്ധമുഖത്തെത്തുന്നത് വലിയ അപകടം വരുത്തിവെക്കും. ഈ സാഹചര്യത്തിൽ കുട്ടികളെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നത് അടിയന്തരമായി നിർത്തിവെക്കണമെന്നും അന്താരാഷ്ട്ര സംഘടനകൾ ഇറാനോട് ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയും യൂണിസെഫും ഈ വിഷയത്തിൽ ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രയേലും വ്യാപക ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ഗൾഫിലേക്ക് അതിമാരകമായ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ.
ഗൾഫ് മേഖലകളിൽ തീതുപ്പുകയാണ് ഇറാൻ സൈന്യം. ബഹ്റൈൻ തീരത്ത് ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പൽ ആക്രമിച്ചെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ പറഞ്ഞു. ഖലീഫ് ബിൻ സൽമാൻ തുറമുഖത്തിന് സമീപത്ത് വെച്ച് MSC ഇഷൈക്ക എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാന്റെ ആക്രമണത്തിൽ ബഹ്റൈനിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ലബനനിലെ ടൈറിൽ ആശുപത്രി തകർന്നു. UAE-യിലെ ഗ്യാസ് കോംപ്ലക്സിന് സമീപത്തുണ്ടായ ആക്രമണത്തിൽ ഒരു ഈജിപ്ഷ്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ ഡ്രോൺ നിർവീര്യമാക്കുന്നതിനിടെ അവശിഷ്ടം വീണ് US ടെക് സ്ഥാപനമായ ഒറാക്കിളിന്റെ ദുബായിലെ ഇന്റർനെറ്റ് സിറ്റിയിലുള്ള കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അബുദാബിയിൽ ഇറാൻ ഡ്രോൺ അവശിഷ്ടം വീണ് വെള്ളിയാഴ്ച 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാനെതിരെയുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ 17 US കമ്പനികളുടെ മേഖലയിലെ ഓഫീസുകൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ നിന്ന് വെള്ളി ശനി ദിവസങ്ങളിൽ ഇസ്രയേലിലേക്കും കനത്ത ആക്രമണമാണ് നടന്നത്. ഇന്റർസെപ്റ്റർ മിസൈലുകൾ വീണ് വീടുകൾക്കും കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ടെല്ലവീവിലെ സൈന്യത്തിന്റെ റേഡിയോ സ്റ്റേഷനും തകർന്നു. കുവൈറ്റിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണ പരമ്പരയാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ നടന്നു. വൈദ്യുതി, വെള്ളം, എണ്ണ എന്നിവയുടെ സംഭരണ വിതരണ കേന്ദ്രങ്ങളിലാണ് ആക്രമണമുണ്ടായത്. വിവിധ സർക്കാർ വകുപ്പുകൾ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി കോംപ്ലക്സിന് നേർക്കും ആക്രമണമുണ്ടായി. മിനിസ്ട്രി കോംപ്ലക്സിന് കാര്യമായ കേടുപാടുകൾ പറ്റിയെന്നാണ് വിവരങ്ങൾ. 2 വൈദ്യുതി ജലവിതരണ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിമാരകമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.